ആശ്വാസദായകൻ കൂടെയുണ്ട്. വെള്ളത്തിൽ കൂടി ഞാൻ കടന്നിടിലും വെള്ളമെന്റെ മേൽ കവിയുകില്ല. വെള്ളത്തിൽ കൂടി ഞാൻ കടന്നിടിലും വെള്ളമെന്റെ മേൽ കവിയുകില്ല. വെന്തുപോകില്ല ഞാൻ തീയിൽ നടന്ന എൻ താതൻ എന്നോട് കൂടെയുണ്ട്. വെന്തുപോകില്ല ഞാൻ തീയിൽ നടന്ന എൻ താതൻ എന്നോട് കൂടെയുണ്ട്. ബാഖായിൻ താഴ്വരെ കൂടെയുണ്ട്. യാക്കോബിൻ ദൈവം എൻ കൂടെയുണ്ട്. ബാഖായിൻ താഴ്വരെ കൂടെയുണ്ട്. യാക്കോബിൻ ദൈവം എൻ കൂടെയുണ്ട്. രോഗക്കിടക്കയിലും കൂടെയുണ്ട്. ലോകാന്ത്യത്തോളം എൻ കൂടെയുണ്ട്. രോഗക്കിടക്കയിലും കൂടെയുണ്ട്. ലോകാന്ത്യത്തോളം എൻ കൂടെയുണ്ട്. കൂടെയുണ്ട് യേശു എൻ കൂടെയുണ്ട്. കൂട്ടിനവൻ എന്നും കൂടെയുണ്ട്. കൂടെയുണ്ട് യേശു എൻ കൂടെയുണ്ട്. കൂട്ടിനവൻ എന്നും കൂടെയുണ്ട്. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ലൂക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം 27 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ. എന്നാൽ പിതാവേ, അവനെ എൻ്റെ അപ്പൻ്റെ വീട്ടിൽ അയക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് 5 സഹോദരന്മാരുണ്ട്. അവരും ഈ യാതനാസ്ഥലത്ത് വരാതിരിപ്പാൻ അവൻ അവരോട് സാക്ഷ്യം പറയട്ടെ എന്ന് പറഞ്ഞു. അബ്രഹാം അവനോട്, അവർക്ക് മോശയും പ്രവാചകന്മാരും ഉണ്ടല്ലോ, അവരുടെ വാക്ക് അവർ കേൾക്കട്ടെ എന്ന് പറഞ്ഞു. അതിന് അവൻ, അല്ലല്ല അബ്രഹാം പിതാവേ, മരിച്ചവരിൽ നിന്ന് ഒരുത്തൻ എഴുന്നേറ്റ് അവരുടെ അടുക്കൽ ചെന്നുവെങ്കിൽ അവർ മാനസാന്തരപ്പെടും എന്ന് പറഞ്ഞു. മരണാനന്തരാവസ്ഥ. ഭൂമിയിൽ നടക്കുന്ന കാര്യങ്ങൾ ആത്മലോകത്തിരുന്നു കൊണ്ട് പരേതാത്മാക്കൾ കാണുന്നുണ്ട്. കടന്നുപോയവരുടെ ആത്മാക്കൾ അപ്പുറം ലോകത്തിരുന്നു കൊണ്ട് ഭൂമിയിൽ നടക്കുന്ന കാര്യങ്ങൾ കാണുന്നുണ്ട്. അബ്രഹാം പിതാവ് 175 വർഷം ഭൂമിയിൽ ജീവിച്ചാണ് മരിച്ചത്. അബ്രഹാമിന് ശേഷമുള്ള ഇസ്ഹാക്ക് 180 വർഷം ഭൂമിയിൽ ജീവിച്ച് കടന്നുപോയി. ഇസ്ഹാക്കിന് ശേഷം യാക്കോബ് 147 വർഷം ഭൂമിയിൽ ജീവിച്ച് കടന്നുപോയി. അതിനുശേഷം യാക്കോബിൻ്റെ മകനായ യൗസേപ്പ് 110 വയസ്സുള്ളവനായി ഈ ഭൂമിയിൽ നിന്ന് കടന്നുപോയി. ആ 4 തലമുറക്കാലം കഴിഞ്ഞു. അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ്, യൗസേപ്പ് 4 തലമുറക്കാലം കഴിഞ്ഞു. ഏതാണ്ട് വളരെ ചുരുക്കി പറഞ്ഞാൽ കൃത്യമല്ലെങ്കിലും ഒരു 400-ലേറെ വർഷം കഴിഞ്ഞു. 4 തലമുറക്കാലം. കാരണം ഒരാൾ മരിച്ചു കഴിഞ്ഞതിന് ശേഷമല്ലല്ലോ മറ്റേ ജനിക്കുന്നത്. അതുകൊണ്ട് ഏതാണ്ട് ഒരു 400 വർഷം എന്ന് വിചാരിക്കാം. കൃത്യം കണക്കുകളുണ്ട്, അതിനുവേണ്ടിയല്ല ഞാൻ പറയുന്നത്. അത് കഴിഞ്ഞ് ഒരു 430 വർഷം കഴിഞ്ഞു. അപ്പോഴാണ് മോശ ജനിക്കുന്നത്. എന്ന് പറഞ്ഞാൽ
അബ്രഹാം മരിച്ചതിന് ശേഷം ഏതാണ്ട് 800ഓളം വർഷം കഴിഞ്ഞാണ് മോശ ഈ ഭൂമിയിൽ ജനിക്കുന്നത്. അബ്രഹാം ജീവിച്ചിരിക്കുമ്പോൾ മോശ ഈ ഭൂമിയിലില്ല. അബ്രഹാം മരിച്ച് 800ഓളം വർഷം കഴിഞ്ഞാണ് മോശ ഈ ഭൂമിയിൽ ജനിക്കുന്നത്. പക്ഷേ അബ്രഹാം പിതാവ് അപ്പുറം ലോകത്തിരുന്നു കൊണ്ട് ഈ ഭൂമിയിൽ മോശയെ കണ്ടു. അപ്പുറം ലോകത്തിരുന്നു കൊണ്ട് ഈ ഭൂമിയിൽ മോശയുടെ പ്രവർത്തനം കണ്ടു, മോശയുടെ ശുശ്രൂഷ കണ്ടു. അതുകൊണ്ടാണ് അബ്രഹാം മരിച്ചതിന് ശേഷം എത്രയോ വർഷങ്ങൾ കഴിഞ്ഞ് ജനിച്ച മോശയുടെ ശുശ്രൂഷയെക്കുറിച്ച് അബ്രഹാം ഇപ്പോൾ പറയുന്നത്. അബ്രഹാം പിതാവ് പറയുകയാണ്, എന്താണ് പറയുന്നത്? അവർക്ക് മോശയും പ്രവാചകന്മാരും ഉണ്ടല്ലോ, അവരുടെ വാക്ക് അവർ കേൾക്കട്ടെ എന്ന് പറഞ്ഞു. ഫലപ്രദമായ സ്വർഗീയ അരുളപ്പാടുകൾ പ്രസ്താവിക്കുന്ന മോശയും പ്രവാചകന്മാരും ഭൂമിയിലുണ്ട് എന്ന് അബ്രഹാം പിതാവ് അറിഞ്ഞു. ഭൂമിയിൽ വെച്ചറിഞ്ഞില്ല. അബ്രഹാം പിതാവ് മരിച്ചതിന് ശേഷമാണ് മോശ ജനിക്കുന്നത്. ഭൂമിയിൽ വെച്ച് കണ്ടില്ല അവൻ മോശയെ. പക്ഷേ അപ്പുറം ലോകത്തിരുന്നു കൊണ്ട് പരേതാത്മാവ് ഭൂമിയിൽ നടക്കുന്ന കാര്യങ്ങൾ കണ്ടു. മോശയെ കണ്ടു, മോശയുടെ ശുശ്രൂഷ കണ്ടു. അനുഗ്രഹീതമായ തേജസ്സിൻ്റെ ശുശ്രൂഷ ദൈവത്തിൻ്റെ അനുഗ്രഹീത പുരുഷനായ മോശ നിർവഹിക്കുന്നത് അബ്രഹാം പിതാവ് മുകളിലിരുന്നുകൊണ്ട് കണ്ടു, ആനന്ദിച്ചു. പ്രിയപ്പെട്ടവരെ, അപ്പുറം ലോകത്തിരുന്നു കൊണ്ട് ഈ ഭൂമിയിൽ നടക്കുന്ന കാര്യങ്ങൾ അറിയാൻ സാധിക്കുന്നു. കാര്യങ്ങൾ വെറും കാര്യങ്ങളല്ല, സ്വർഗീയ ശുശ്രൂഷകളുടെ മഹത്വം ദർശിക്കാൻ സാധിക്കുന്നു. പരിശുദ്ധന്മാർ അപ്പുറം ലോകത്തിരുന്നു കൊണ്ട് ഈ ഭൂമിയിൽ പാവപ്പെട്ട നാം ചെയ്യുന്ന ശുശ്രൂഷകൾ കാണുന്നുണ്ട്. നിസ്സാരരായി നാം ചെയ്യുന്ന ശുശ്രൂഷകൾ, നാം ചെയ്യുന്ന വേലകൾ, നാം കർത്താവിൻ്റെ മഹത്വത്തിന് വേണ്ടി ചെയ്യുന്നതായ പ്രവൃത്തികൾ അപ്പുറം ലോകത്തിരുന്നു കൊണ്ട് വാങ്ങിപ്പോയ പിതാക്കന്മാർ കാണുന്നുണ്ട്. അതെത്ര ധന്യമായ ചില സ്മരണകളാണ്, ധന്യമായ അനുഗ്രഹീതമായ ചില മധുര സ്മരണകളാണത്. നമ്മുടെ ജീവിതത്തെ കോരിത്തരിപ്പിക്കുന്ന, രോമാഞ്ചമണിയിക്കുന്ന വസ്തുതകളല്ലേ അത്? സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങളല്ലേ? നാം നിസ്സാരതയിൽ ചെയ്യുന്ന ആത്മീയ പ്രവർത്തനങ്ങൾ, നാം ചെയ്യുന്ന നന്മ പ്രവൃത്തികൾ, നാം ചെയ്യുന്ന മനോഗുണ പ്രവൃത്തികൾ, നമുക്ക് നേടിയെടുക്കുന്നതായ സുഹൃതങ്ങൾ, പുണ്യങ്ങൾ നമ്മുടെ പിതാക്കന്മാർ സന്തോഷിക്കുകയായിരിക്കില്ലേ? വചനം എങ്ങനെയാണ് പറയുന്നത്? 1000-ലേറെ വർഷം മുൻപ് റാഹേൽ മരിച്ചു. റാഹേൽ അവിടെ ബേത്ലഹേം എഫ്രാത്തയിൽ മരിച്ചു, വഴിയോരത്ത് അടക്കപ്പെട്ടു. പക്ഷേ റാഹേൽ വർഷങ്ങൾ നൂറ്റാണ്ടുകൾക്ക് ശേഷം റാഹേൽ യേശുക്രിസ്തുവിൻ്റെ ജനനത്തോടനുബന്ധിച്ച് ഹെരോദ രാജാവ് കുഞ്ഞുങ്ങളെ കൊന്നപ്പോൾ റാഹേൽ മക്കളെ ഓർത്ത് കരയുന്നതായി പ്രവാചകൻ പറയുന്നു. റാഹേൽ മക്കളെ ചൊല്ലി കരയുന്നു. മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായത്തിൽ നാം അത് കാണുന്നുണ്ട്. റാഹേൽ തൻ്റെ മക്കളെ ചൊല്ലി കരഞ്ഞു എന്നാണ് പറയുന്നത്. റാമയിൽ ഒരു ശബ്ദം കേട്ടു, കരച്ചിലും വലിയ നിലവിളിയും തന്നെ. റാഹേൽ മക്കളെ ചൊല്ലി കരഞ്ഞു. അവർ ഇല്ലായകിയാൽ ആശ്വാസം കൈക്കൊള്ളാൻ മനസ്സില്ലാതിരുന്നു എന്ന് യിരെമ്യാ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തതെന്ന് നിവൃത്തിയായി എന്ന് മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 17-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. ഹെരോദ രാജാവ് 2 വയസ്സും താഴെയുമുള്ള ആൺകുട്ടികളൊക്കെയും ബേത്ലഹേമിലും അതിൻ്റെ എല്ലാ അതിരുകളിലും ആളയച്ച് കൊല്ലിച്ചപ്പോൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മരിച്ചുപോയ റാഹേൽ അപ്പുറം ലോകത്തിരുന്നു കൊണ്ട് കരയുകയാണ്. റാഹേൽ തൻ്റെ മക്കളെ ചൊല്ലി കരഞ്ഞു. അങ്ങനെ കരയുന്ന കാര്യം പ്രവാചകൻ ഈ സംഭവത്തിന് ഒരു 650 വർഷം മുൻപ് യിരെമ്യാ പ്രവാചകൻ ദർശിക്കുന്നു. എന്തൊരു അത്ഭുതം, എന്തൊരു അതിശയം! പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കതിൻ്റെ ഉൾപ്പൊരുൾ മനസ്സിലായോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അത് മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ഹൃദയം വളരെ ഉണരുകയും ഉന്മിഷത്താവുകയും ചെയ്യും. എന്തൊരത്ഭുതമാണ് ഈ പറയുന്നത്! അബ്രഹാം പിതാവ് കടന്നു പോയതിനു ശേഷം നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് മോശയെ ദൈവം എഴുന്നേൽപ്പിച്ച് മിസ്രയീമിൻ്റെ ഉരുക്കുമുഷ്ടിയിൽ നിന്ന്, ഈജിപ്തിലെ ഫറവോ രാജാക്കന്മാരുടെ ഭീകര ഭരണത്തിൽ നിന്ന് വിടുവിച്ചുകൊണ്ട് ഇസ്രായേൽ മക്കളെ കൊണ്ടുപോകുന്ന മഹനീയമായ ശുശ്രൂഷ നിർവഹിക്കുന്ന കാര്യം അബ്രഹാം പിതാവ് കണ്ടുകൊണ്ടിരുന്നു. അബ്രഹാം പിതാവ് അത് വീക്ഷിച്ചു കൊണ്ടിരുന്നു. അബ്രഹാം പിതാവ് അതിനെ അനുമോദിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അതാണ് പറഞ്ഞത്, അവർക്ക് മോശയും പ്രവാചകന്മാരും ഉണ്ടല്ലോ. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് എബ്രായർക്ക് ലേഖനം എഴുതുമ്പോൾ എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ ആരംഭത്തിൽ പറയുന്നത്, പഴയ നിയമ വിശുദ്ധന്മാരുടെ ഒരു വലിയ പട്ടിക പറഞ്ഞിട്ട് നോഹ, ഹാനോക്ക്, ഹാബേൽ, അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ്
ശിംശോൻ, ഗിദെയോൻ, ഇബ്താഹ് എന്നിങ്ങനെയുള്ള അനേകം വിശ്വാസവീരന്മാരുടെ പട്ടികയിൽ മോശയെക്കുറിച്ചും യോശുവയെക്കുറിച്ചും എല്ലാം പറഞ്ഞിട്ട് 11-ാം അധ്യായത്തിൻ്റെ അവസാനം അപ്പോസ്തലനായ പൗലോസ് ഈ വിശ്വാസികളുടെ പട്ടിക പര്യവസാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞത് ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല എന്നാണ്. എന്നിട്ട് 12-ാം അധ്യായം തുടങ്ങുമ്പോൾ അപ്പോസ്തലൻ പറയുകയാണ്, ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നു. ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നു. ആകയാൽ ഈ വിശ്വാസ വീരന്മാർ വലിയൊരു സമൂഹമായി നമുക്ക് ചുറ്റും നിന്ന് നമുക്ക് പ്രോത്സാഹനം തരുന്നത് കൊണ്ട് അപ്പോസ്തലനായ പൗലോസിൻ്റെ കാലയളവിന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ച വിശുദ്ധന്മാർ അവരിപ്പോൾ ജീവനോടെ നിൽക്കുന്നു എന്നാണ് പറയുന്നത്. സാക്ഷികളുടെ വലിയൊരു സമൂഹം ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക എന്നാണ് അപ്പോസ്തലൻ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധന്മാരുടെ ഒരു സമൂഹത്തിൻ്റെ മധ്യത്തിലാണെന്ന് നിൽക്കുന്നത്. വാങ്ങിപ്പോയവരും ജീവനോടിരിക്കുന്നവരുമായ വിശുദ്ധന്മാരുടെ സമൂഹം. എത്ര മഹനീയമായ ഒരു പരമസത്യമാണ് നാം ഈ കേൾക്കുന്നത്. വലിയൊരു വിശുദ്ധ സഞ്ചയങ്ങൾ, വിശുദ്ധന്മാരുടെ ഒരു നിര, വിശ്വാസ വീരന്മാരുടെ സമൂഹം, സാക്ഷികളുടെ സമൂഹം. അവരെ ചുറ്റും നിന്ന് നമുക്ക് പ്രോത്സാഹനം തരുന്നു. അവർ ഓട്ടം ഓടി ജയിച്ചവരാണ്. അവർ ലോകം അവർക്ക് യോഗ്യമല്ല എന്ന് എണ്ണിക്കൊണ്ട് മുന്നോട്ട് ഓടിയവരാണ്. അവർ വിശ്വാസത്തിന് നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെ നോക്കിക്കൊണ്ട് ഓടിയവരാണ്. അവിടെ തന്നെ അപ്പോസ്തലൻ പറയുന്നുണ്ട്, നിങ്ങളും ഈ സാക്ഷികളിലേക്ക് നോക്കി നിൽക്കരുത്. ചുറ്റി നിൽക്കുന്ന സാക്ഷികളുടെ സമൂഹത്തിലേക്കല്ല നിങ്ങൾ നോക്കി നിന്ന് ആശ്രയിക്കേണ്ടത്. നിങ്ങൾക്ക് നോക്കാൻ വിശ്വാസത്തിന് നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവുണ്ട്. വിശ്വാസത്തിന് നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെ നോക്കുക. തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം അവൻ ഓർത്തു, യേശു ഓർത്തു. അനേകം പാപികൾ രക്ഷപ്പെടുന്ന മഹാസന്തോഷം ഓർത്തു. അനേകം നിസ്സഹായര് സമാധാനം അനുഭവിക്കുന്ന മഹാഭാഗ്യം കർത്താവ് കണ്ടു. നരകയോഗ്യരായ അനേകരെ സ്വർഗരാജ്യത്തിലേക്ക് എത്തുന്ന സന്തോഷം ക്രിസ്തു കണ്ടു. തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം അവൻ ഓർത്തു. അവമാനം അലക്ഷ്യമാക്കി ക്രൂസിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിൻ്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. സഹോദരങ്ങളെ, അപമാനം കർത്താവ് അലക്ഷ്യമാക്കി. മുഖത്ത് അടിയേറ്റിട്ടോ, കന്നത്ത് അടിയേറ്റിട്ടോ, മുഖത്ത് തുപ്പലേറ്റിട്ടോ, ശിരസിൽ മുൾമുടിയേറ്റിട്ടോ, കൈകാലുകൾ ആണിയടിച്ച് തകർത്തിട്ടോ നമ്മുടെ കരുണയുള്ള കർത്താവ് പതറിയില്ല, ദുഃഖിച്ചില്ല, നിരാശപ്പെട്ടില്ല, പരിഭവിച്ചില്ല, നീരസപ്പെട്ടില്ല. അപ്പോഴെല്ലാം പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതായെന്ന് അറിയായാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക മാത്രം ചെയ്തു. സഹോദരീ സഹോദരങ്ങളെ, ജീവനുള്ള ക്രിസ്തുവിനെ നോക്കിക്കൊണ്ട് നിങ്ങൾ മുന്നോട്ട് ഓടുക. ആ കാൽ ചുവടുകളെ പിന്തുടരുക. നമുക്ക് പിന്തുടരുവാൻ അവരൊരു മാതൃക വെച്ചേച്ച് പോയിരിക്കുന്നു അപ്പോസ്തലനായ പത്രോസ് പറയും. അപ്പോസ്തലനായ പത്രോസ് എഴുതിയ 1-ാമത്തെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 23-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ കാണാം, നമുക്ക് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചേച്ച് പോയിരിക്കുന്നു. അവൻ്റെ വായിൽ വഞ്ചന ഉണ്ടായിരുന്നില്ല. തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിച്ചില്ല. ന്യായമായി വിധിക്കുന്നവങ്കിൽ കാര്യം ഫലമേൽപ്പിക്കത്രേ ചെയ്തത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് യെശയ്യാ പ്രവാചകൻ പ്രവചിച്ചു. യെശയ്യാ 53 അവൻ്റെ തലമുറയിൽ അവന് ന്യായം കിട്ടാതെ പോയി. ആ തലമുറയിൽ അവന് ന്യായം കിട്ടിയില്ല. സഹോദരങ്ങളെ, ഈ തലമുറയിൽ നമുക്ക് ന്യായം കിട്ടിയെന്ന് വരികയില്ല. ജനം നമ്മെ തെറ്റിദ്ധരിക്കും. പലരും നമ്മെ പരിഹസിക്കുകയും പുച്ഛിക്കുകയും ആക്ഷേപിക്കുകയും അവമാനിക്കുകയും ചെയ്യും. പലതരത്തിലുള്ള എതിർപ്പുകളും പോരാട്ടങ്ങളും നമുക്ക് ആത്മീയ ജീവിതത്തിൽ നേരിടേണ്ടി വന്നു എന്ന് വന്നേക്കാം. പക്ഷേ ഒന്നുണ്ട്, വിശ്വാസത്തിന് നായകനും പൂർത്തി വരുത്തുന്നതിനായ യേശുവിനെ നോക്കിക്കൊണ്ട് നാം മുന്നോട്ട് ഓടുമെങ്കിൽ യേശുക്രിസ്തു നമുക്ക് താങ്ങും തണലുമായി നിൽക്കും. നിത്യശോഭന തീരത്തേക്ക്, പരിശുദ്ധന്മാരുടെ നിരയിലേക്ക് നമ്മുടെ നാഥൻ നമ്മെ ആനയിക്കും. നമ്മിൽ വെളിപ്പെടുവാനുള്ള ആ തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നുവെന്ന് അപ്പോസ്തലൻ പറഞ്ഞിട്ടുണ്ട്. റോമർ 8-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. എല്ലാം നിസ്സാരമെന്ന് പറയാൻ എളുപ്പമാണ് പ്രിയപ്പെട്ടവരെ, പ്രസംഗിക്കാൻ എളുപ്പമാണ്. പക്ഷേ കഷ്ടപ്പാടുകൾ വരുമ്പോൾ, ഞെരുക്കങ്ങൾ വരുമ്പോൾ, വീട്ടിൽ തന്നെ പ്രശ്നങ്ങൾ വരുമ്പോൾ, കുടുംബത്തിൽ തന്നെ പ്രതിസന്ധികൾ വരുമ്പോൾ, ഒരു വീട്ടിൽ തന്നെ എതിർപ്പുകൾ വർദ്ധിക്കുമ്പോൾ, സ്വന്തം മക്കളിൽ നിന്ന് വൈരാഗ്യം വരുമ്പോൾ, സ്വന്തം ഭാര്യ ശപിച്ച് മാറ്റുമ്പോൾ, സ്വന്തം ഭർത്താവ് കഠിനമായി മർദ്ദിച്ച് ഉപദ്രവിച്ച് അകറ്റുമ്പോൾ, മാതാപിതാക്കൾ വെറുപ്പോടെയും അറപ്പോടെയും വീക്ഷിക്കുമ്പോൾ, അപ്പോൾ നാം എത്രത്തോളം വിശ്വാസ വീര്യത്തോടെ നിൽക്കും?
ചിന്തിക്കേണ്ടതാണ്. എത്രത്തോളം നമുക്ക് സഹിഷ്ണുതയോടെ നിൽപ്പാൻ സാധിക്കും? അങ്ങനെ വരുന്ന സമയങ്ങളിൽ വിശ്വാസത്തിന്റെ നല്ല പോരാട്ടം പോരാടുവാൻ നമുക്ക് സാധിക്കുമോ? അപ്പോൾ നമുക്ക് ക്രിസ്തുവിന്റെ സർവായുധവർഗം ധരിച്ചുകൊണ്ട് നിൽപ്പാൻ സാധിക്കുമോ? സ്നേഹം പരമായുധമായി നമ്മുടെ കയ്യിൽ എന്തുവാൻ നമുക്ക് കഴിയുമോ? പരിശുദ്ധാത്മാവിന്റെ തിരുവചനമാകുന്ന ആത്മാവിന്റെ വാള കയ്യിലേന്തിക്കൊണ്ട് സന്തോഷത്തോടെ പുഞ്ചിരിയോടെ പ്രതിസന്ധികളെ അതിജീവിക്കുവാൻ കഴിയുമോ? അതാണ് ക്രിസ്തീയ ജീവിതം. ദൈവത്തിന് സ്തോത്രം. എന്താണ് നാം പറഞ്ഞത്? എന്താണ് നാം കണ്ടത്? പരിശുദ്ധന്മാർ ഈ ഭൂമിയിലുള്ളവരെ കുറിച്ച് കൺസേൺ ഉണ്ട്. അബ്രഹാം പിതാവ് അവിടെ ഇരുന്നു കൊണ്ട് ഭൂമിയിൽ മോശയും പ്രവാചകന്മാരും ചെയ്യുന്ന ശുശ്രൂഷ കണ്ടു. അവർക്ക് മോശയും പ്രവാചകന്മാരും ഉണ്ടല്ലോ. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. അവർക്ക് മോശയും പ്രവാചകന്മാരും ഉണ്ടല്ലോ. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 56-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ ഇതിനോട് ബന്ധപ്പെട്ട് വേറൊരു വാക്യം കാണാം. യോഹന്നാൻ 8:56 നമ്മുടെ കർത്താവ് പറയുകയാണ്, നിങ്ങളുടെ പിതാവായ അബ്രഹാം എൻ്റെ ദിവസം കാണുമെന്നുള്ളത് കൊണ്ട് ഉല്ലസിച്ചു, അവൻ കണ്ട് സന്തോഷിച്ചിരിക്കുന്നെന്ന് പറഞ്ഞു. അബ്രഹാം പിതാവ് യേശുക്രിസ്തുവിൻ്റെ ദിവസം കാണുമെന്ന് അവിടുന്ന് വിശ്വസിച്ച് ഉല്ലസിച്ചു. എന്താണ് ഈ പറയുന്നത്? അബ്രഹാം പിതാവിൻ്റെ കാലയളവ് കഴിഞ്ഞ് നൂറ്റാണ്ടുകൾ കഴിഞ്ഞാണ് യേശുക്രിസ്തുവിൻ്റെ ദിവസം വരുന്നത്. ക്രിസ്തു ഭൂമിയിൽ പിറക്കുന്നത്, ക്രിസ്തുവിൻ്റെ തിരുവതാരം എത്രയോ നൂറ്റാണ്ടുകൾ കഴിഞ്ഞ്. സഹോദരങ്ങളെ, നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് അബ്രഹാം പിതാവിൻ്റെ കാലയളവ് കഴിഞ്ഞ് പിന്നെ ജനിക്കാനിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദിവസത്തെ കണ്ടുകൊണ്ട് അബ്രഹാം പിതാവ് സന്തോഷിച്ചു എന്നാണ് കർത്താവ് പറയുന്നത്. അതാണ് യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 56-ാം വാക്യത്തിൽ നിന്ന് വായിക്കുന്നത്. നിങ്ങളുടെ പിതാവായ അബ്രഹാം എൻ്റെ ദിവസം കാണും എന്നുള്ളത് കൊണ്ട് ഉല്ലസിച്ചു, അവൻ കണ്ട് സന്തോഷിച്ചിരിക്കുന്നെന്ന് ഉത്തരം പറഞ്ഞു. ഇത് കേട്ടപ്പോൾ യെരൂശലേം ദേവാലയത്തിലുള്ള പള്ളിപ്രമാണിമാർക്ക് പുച്ഛം തോന്നി. അവർ യേശുവിനെ കളിയാക്കി. എന്തെല്ലാം വിഡ്ഢിത്തങ്ങളായി യേശു ഈ പറയുന്നത്, എന്തെല്ലാം മണ്ടത്തരങ്ങളാണ് വിളിച്ച് പറയുന്നത്. അവർ പറയുകയാണ്, യഹൂദന്മാർ അവനോട്, നിനക്ക് 50 വയസ്സായിട്ടില്ല, നീ അബ്രഹാമിനെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. നീ ഈ അബ്രഹാം പിതാവ് നിൻ്റെ ദിവസം കാണുമെന്നൊക്കെ നീ പറയുന്നു, എന്താ ഈ പറയുന്നത്? നിനക്ക് 50 വയസ്സ് പോലും ആയിട്ടില്ല, നീ അബ്രഹാമിനെ കണ്ടിട്ടുണ്ടോ? എത്രയോ വർഷം മുമ്പ് കടന്നുപോയി അബ്രഹാമിനെ നീ കണ്ടിട്ടുണ്ടോ? അവർ ചോദിച്ചു. ന്യായമായ ചോദ്യമല്ലേ? ഉടനെ യേശു പറഞ്ഞു, യേശു അവരോട്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, അബ്രഹാം ജനിച്ചതിന് മുൻപേ ഞാനുണ്ട് എന്ന് പറഞ്ഞു. അബ്രഹാം ജനിക്കുന്നതിന് മുൻപ് ഞാനുണ്ട്. നിത്യനായ ദൈവം, അവിടുന്ന് ആദിയില്ലാത്ത ആദിയല്ലേ, അന്തമില്ലാത്ത അന്തമല്ലേ, ബിഗിനിങ്ലെസ് ബിഗിനിങ് ആൻഡ് എൻഡ്ലെസ് എൻഡ്. ആദിയില്ലാത്ത ആദി, അന്തമില്ലാത്ത അന്തം. അബ്രഹാം ജനിച്ചതിന് മുമ്പേ ഞാനുണ്ട് എന്നാണ് കർത്താവ് പറഞ്ഞത്. അവർക്ക് അരിശം മൂത്തു. വിഡ്ഢിത്തം തന്നെ പറയുന്നു. ഇവനെ ഇനി വെച്ചിരുന്നിട്ട് കാര്യമില്ല. ഈ മഹാമണ്ഡത്തരം പറയുന്ന ആളെ ഇനി വെച്ചേക്കണ്ട. അവരെറിയാൻ കല്ലെടുത്തു. അടുത്ത് വാക്യതാ, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, അബ്രഹാം ജനിച്ചതിന് മുൻപേ ഞാൻ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അവർ അവനെ എറിവാൻ കല്ലെടുത്തു. യേശുവോ മറഞ്ഞ് ദൈവാലയം വിട്ടുപോയി. ദൈവത്തിന് സ്തോത്രം. ലോകത്തിന് മനസ്സിലാവില്ല. സ്വർഗീയ മർമ്മങ്ങൾ ലോകത്തിന് മനസ്സിലാവില്ല. പള്ളിപ്രമാണികർക്ക് മനസ്സിലായില്ല. യഹൂദ മത മേധാവികൾക്ക് മനസ്സിലായില്ല. പരീശ പ്രമാണികർക്ക് മനസ്സിലായില്ല. ദൈവത്തിന് സ്തോത്രം. അവരെ എറിയാൻ കല്ലെടുത്തു. ദൈവത്തിൻ്റെ ജീവന്റെ തിരുവചനം വരുമ്പോൾ എറിയാൻ കല്ലെടുക്കുന്ന ഒരു സമൂഹത്തിൻ്റെ മധ്യത്തിലാണ് നാം നിൽക്കുന്നത്. എറിയാൻ കല്ലെടുക്കും, എറിയാൻ ചെളിവാരി എടുക്കും. ചെളിവാരി എറിയും, ബന്ധിക്കും, ഉപദ്രവിക്കും, നിഷ്ഠുരമായി പീഡിപ്പിക്കും. അവർ അവനെറിവാൻ കല്ലെടുത്തു. അവനോ മറിഞ്ഞ് ദൈവാലയം വിട്ടുപോയി. അങ്ങ് മറിഞ്ഞ് ദൈവാലയം വിട്ടുപോയ കർത്താവ് എന്താണ് പിന്നെ ക്രൂസിലേറാൻ വിട്ടുകൊടുത്തത്? അതെന്താ? പ്രിയപ്പെട്ടവരെ, എല്ലാറ്റിനും ദൈവികമായൊരു സമയമുണ്ട്. ദൈവത്തിൻ്റെ ശുശ്രൂഷയ്ക്കും ഓരോരുത്തരെക്കുറിച്ചും കർത്താവ് കൊണ്ടിരിക്കുന്ന വേലയ്ക്കും ഒരു സമയമുണ്ട്. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. അപ്പോസ്തലനായ പത്രോസിനെ പിടിച്ച് അവിടെ കാരാഗ്രഹത്തിലിട്ടല്ലോ. പത്രോസിനെ പിടിച്ച് കാരാഗ്രഹത്തിലിട്ടല്ലോ. അപ്പോസ്തല പ്രവൃത്തി ആദ്യം നിങ്ങൾ വായിക്കുമ്പോൾ കാണാം, 11-ാം അധ്യായം വായിക്കുമ്പോൾ കാണാം. അപ്പോസ്തലനായ പത്രോസിനെ കാരാഗ്രഹത്തിലിട്ടു. പക്ഷേ അപ്പോസ്തലനായ പത്രോസിനെ കാരാഗ്രഹത്തിലിട്ടപ്പോൾ അവിടെ ദൈവത്തിൻ്റെ മാലാഖ ഇറങ്ങി ചെന്ന് അപ്പോസ്തലനെ വിടുവിച്ചു എന്ന് വായിക്കുന്നു. എന്നാൽ ഈ അപ്പോസ്തലനെ തന്നെ റോമൻ കൈസർ പിടിച്ച് തലകീഴായി ക്രൂശിച്ചപ്പോൾ ആ മാലാഖ വരാഞ്ഞത് എന്താ? ദൈവത്തിൻ്റെ സമയം ആർക്കറിയാം? എന്തെല്ലാമാണ് സ്വർഗീയമായ കാര്യപരിപാടി ആർക്കറിയാം? അപ്പോസ്തലനായ പൗലോസിന് ഈശാനമുൽ നിന്ന് കൊടുങ്കാറ്റടിച്ച് വലിയ മഹാകേടുണ്ടായി, വലിയ വിനയുണ്ടായി, അപകടമുണ്ടായി. പക്ഷേ അന്ന് രക്ഷപ്പെട്ടു. 276 ആളുകൾ ആ കപ്പലിലുണ്ടായിരുന്നു. അവർക്കെല്ലാം രക്ഷ കിട്ടി.
പക്ഷേ അപ്പോസ്തലനായ പൗലോസിന് പിന്നീട് അപ്പോസ്തലനായ പൗലോസിൻ്റെ ജീവിതത്തിൽ ഏറെയേറെ പ്രശ്നങ്ങളുണ്ടായപ്പോഴെല്ലാം ദൈവം അതാത് സമയത്ത് രക്ഷിച്ച് കൊണ്ടുവന്നു. ദമസ്കോസിലെ അരേദാ രാജാവിന് നാടുവാഴി പിടിപ്പാൻ ഇച്ഛിച്ച് ദമസ്ക പട്ടണത്തെ കാവൽ വെച്ച് കാത്തു. പക്ഷേ അവരെ ഒരു കിളിവാതിൽ കൂടി ഒരു കൊട്ടയിൽ അപ്പോസ്തലനെ ഇറക്കി വിട്ടു, അന്ന് രക്ഷപ്പെട്ടു. ഇതെല്ലാം നടന്നെങ്കിലും സഹോദരങ്ങളെ, അപ്പോസ്തലനായ പൗലോസിൻ്റെ ജീവിതത്തിൽ ഒരു സമയത്ത് റോമൻ കൈസറുടെ ആ ജയിലറയിൽ വാളിൻ്റെ വെട്ടേറ്റ് മരിക്കേണ്ടി വന്നു. പര്യവസാനം രക്തസാക്ഷികളായിട്ടാണ്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് വളരെ സ്നേഹത്തോടും വിനയത്തോടും കൂടി എനിക്ക് നിങ്ങളുടെ കാര്യം അപേക്ഷിക്കാനുണ്ട്. ജീവിതം ക്രിസ്തുവിനായി സമർപ്പിക്കേണ്ട കാലം ഇനി വൈകാൻ പാടില്ല. ക്രിസ്തുവിനായി ജീവിതം വേർതിരിക്കേണ്ട കാലം ഇനി വൈകാൻ പാടില്ല. ആരുടെയും മുഖം നോക്കണ്ട. സ്വർഗത്തിൻ്റെ ആലോചന, സ്വർഗത്തിൻ്റെ കാര്യാലോചന സഭയിൽ നിന്ന് വാങ്ങി പാവപ്പെട്ട ജനത്തിന് പകർന്നു കൊടുത്തുള്ളൂ. പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിൻ്റെ അരുളപ്പാടുകൾ സ്വർഗീയ കാര്യാലോചന സഭയിൽ നിന്ന് ഏറ്റുവാങ്ങാൻ നിങ്ങൾ തയ്യാറായിക്കൊള്ളൂ. നിങ്ങൾ ഓരോരുത്തരെക്കുറിച്ചും യേശുക്രിസ്തുവിന് ചില പരിപാടികളുണ്ട്. കർത്താവിന് സുനിശ്ചിതമായ ചില പദ്ധതികളുണ്ട്. ഡെഫിനിറ്റ് പ്ലാൻസ് ആൻഡ് സ്കീംസ് ഫോർ യു. ദൈവത്തിന് സ്തോത്രം. വളരെ വ്യക്തമായ കാര്യപരിപാടികളുണ്ട്. വളരെ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ചില പരിപാടികൾ ദൈവത്തിന് നിങ്ങളെക്കുറിച്ചുണ്ട്. നിങ്ങളൊന്ന് കൊടുക്കാമോ? നിങ്ങളെ തന്നെ യേശുവിൻ്റെ കൈകളിലേക്ക് വിട്ടുകൊടുക്കാമോ? എൻ്റെ സഹോദരങ്ങളെ, പാവപ്പെട്ട അനേകം പേര്, മുക്കുവ തൊഴിലാളികളുണ്ട്, പാവപ്പെട്ട ആളുകളുണ്ട്, സഹോദരങ്ങളെ, ചുങ്കക്കാരുണ്ട്, വേശ്യാ സ്ത്രീകളുണ്ട്, കൊള്ളരായ്മയിൽ ജീവിച്ചവരുണ്ട്, നിഷ്ഠൂരന്മാരുണ്ട്, ദുഷ്ടഹൃദയമുള്ളവരുണ്ട്, വഴക്കടിച്ച് ജീവിച്ചവരുണ്ട്, പിണങ്ങിക്കഴിഞ്ഞവരുണ്ട്, എൻ്റെ പ്രിയപ്പെട്ടവരെ കൊലപാതകം ചെയ്തവരുണ്ട്, വേശ്യാവൃത്തിയിൽ മുങ്ങി നശിച്ചവരുണ്ട്, കടത്തിൽ മുങ്ങി വലഞ്ഞവരുണ്ട്. ഓരോരുത്തരും ജീവിതം യേശുക്രിസ്തുവിന് കൊടുത്തതിൽ കൂടെ അത്ഭുതങ്ങൾ നടന്നല്ലോ, അതിശയങ്ങൾ നടന്നല്ലോ. ലോകത്തെ കീഴ്മേൽ മറിക്കുന്നവരെന്ന് അവർക്ക് പേര് കിട്ടിയല്ലോ. സഹോദരങ്ങളെ, ലോകത്തെ കീഴ്മേൽ മറിക്കുന്നതിന് മുൻപ് നമുക്ക് നമ്മുടെ ജീവിതത്തെ കീഴ്മേൽ മറിക്കാം. നമ്മുടെ സ്വന്തം ജീവിതത്തെ കീഴ്മേൽ മറിക്കാം. നമ്മുടെ സ്വഭാവത്തെ കീഴ്മേൽ മറിക്കുന്ന ക്രിസ്തുവിനെ നമ്മുടെ ഹൃദയത്തിലേക്ക് എതിരേൽക്കാം. നമ്മുടെ നിഷ്ഠൂരതകൾ മാറ്റി തരുന്ന ക്രിസ്തുവിനെ, നമ്മുടെ കോപ സ്വഭാവം മാറ്റി തരുന്ന ക്രിസ്തുവിനെ, നമ്മുടെ വാശിയും വൈരാഗ്യവും മാറ്റുന്ന ക്രിസ്തുവിനെ നമ്മുടെ ഹൃദയത്തിലേക്ക് നമുക്ക് എതിരേൽക്കാം. നമ്മുടെ ദുഷ്ടത മാറ്റി തരുന്ന ക്രിസ്തുവിനെ, നമ്മുടെ മദ്യപാനാസക്തി മാറ്റി തരുന്ന ക്രിസ്തുവിനെ, നമ്മുടെ വേശ്യാവൃത്തിക്കുള്ള ആ മോഹം മാറ്റി തരുന്ന ക്രിസ്തുവിനെ, പരസംഗ ആസക്തി മാറ്റി തരുന്ന ക്രിസ്തുവിനെ. പ്രിയപ്പെട്ടവരെ, കൊള്ളരുതായ്മകളിലേക്കും അശുദ്ധിയിലേക്കും തിന്മയിലേക്കും അതിവേഗം നമ്മെ നയിച്ചുകൊണ്ട് പോകുന്ന പൈശാചികളോട് യാത്ര പറഞ്ഞുകൊണ്ട് ക്രിസ്തുവിനെ നമുക്കിപ്പോൾ സ്വീകരിക്കാം. അവനെ നമ്മുടെ ഹൃദയത്തിലേക്ക് എതിരേൽക്കാം. അവനോട് വാക്ക് പറയാം, രാജാധിരാജ കരുണയുള്ള കർത്താവേ, ഇത്രയും കാലം പാഴായി പോയി, ഇത്രയും കാലം വെറുമയിൽ കഴിഞ്ഞുപോയി, ശൂന്യമായി നാഥ എൻ്റെ ജീവിതം പാഴാക്കി കളഞ്ഞുപോയി. ഇന്ന് ഇപ്പോൾ തന്നെ ഞാൻ എനിക്ക് വേണ്ടി ക്രൂസിൽ മരിച്ച രക്ഷകന്റെ പാദപീഠത്തിൽ എന്നെ തന്നെ സമർപ്പിക്കുന്നു. ഞാൻ എന്നെ തന്നെ പൂർണ്ണമായി ഏൽപ്പിച്ചു തരുന്നു. നാഥ എൻ്റെ ദേഹവും ദേഹിയും ആത്മാവും അവിടുത്തെ പാദപീഠത്തിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. ഇന്ന് മുതൽ ഞാൻ പുതിയ സൃഷ്ടിയായി ജീവിക്കും. ഇന്ന് മുതൽ ഞാൻ നിന്റെ വകയായി ജീവിക്കും. ഇന്ന് മുതൽ യേശുവേ ഞാൻ നിന്റെ സാക്ഷിയായി ജീവിക്കും. യേശുവേ, ഇന്നു മുതൽ സ്വർഗീയ കുടുംബത്തിലെ അംഗമായി ഞാൻ ജീവിക്കും. വാങ്ങിപ്പോയവരും ജീവനോടിരിക്കുന്നവരുമായി വിശുദ്ധന്മാരുടെ നിലയിൽ നിന്നുകൊണ്ട് ഞാൻ നിന്നെ സ്തുതിക്കും, ഞാൻ നിന്നെ ആരാധിക്കും, നിന്നെ മഹത്വപ്പെടുത്തും. നിനക്കായി എൻ്റെ ജീവിതം ഞാനിതാ സമർപ്പിക്കുന്നു. നമുക്ക് സമർപ്പിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനെ, മഹാകാരുണ്യവാനായ സ്വർഗീയ പിതാവേ, ഈ മനോഹരമായ സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. സ്നേഹത്തിൻ്റെ പരിശുദ്ധ സന്ദേശത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അനുഗ്രഹീത ദൂതനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കണമേ കർത്താവേ. നിത്യത രാജാധിരാജന്റെ മണവറയിൽ കഴിയുവാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണമേ കർത്താവേ. ഈ ലോകത്ത് ഞങ്ങൾ ക്ലേശങ്ങളുണ്ടല്ലോ കർത്താവേ, ഭാരങ്ങളുണ്ട്, രോഗങ്ങളുണ്ട്, ആവശ്യങ്ങളുണ്ട്, ആകുലങ്ങളുണ്ട്, അപരാധികളുണ്ട്, കടങ്ങളുണ്ട് കർത്താവേ. അനേകം ഞെരുക്കങ്ങളും പീഡകളും ഉണ്ട്. അപ്പോൾ അവിടുന്ന് എല്ലാം അറിയുന്നല്ലോ. എല്ലാറ്റിനും പരിഹാരം അവിടുത്തെ സന്നിധിയിൽ ഉണ്ടല്ലോ കർത്താവേ. ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ വചനങ്ങളുടെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ആകുലങ്ങൾ അകറ്റി കൊടുക്കണമേ കർത്താവേ. ദുരാത്മ ഭീതികളെ മാറ്റണമേ കർത്താവേ. പാപബന്ധനങ്ങൾ അഴിക്കണമേ കർത്താവേ. പൈശാചിക കോട്ടകളെ തകർക്കണമേ കർത്താവേ. എറിയോ കോട്ടകൾ ഇടിയണമേ നാഥ. രോഗസൗഖ്യം അയക്കണമേ. പാപശാപങ്ങൾ നീക്കണമേ നാഥ. ഭവനത്തിലെ ബന്ധനങ്ങൾ മാറ്റണമേ. ജീവിതം കീഴ്മേൽ മറിയുവാനും സമൂഹം കീഴ്മേൽ മറിയുവാനും അങ്ങനെ ലോകം അനുഗ്രഹീതമായി തീരുവാനിടയാക്കണമേ. അവിടുത്തെ രണ്ടാമത്തെ വരവിന് വേണ്ടി എല്ലാവരെയും ഒരുക്കണമേ. മഹത്വ രക്ഷകൻ മാത്രം എടുക്കണമേ. യേശുക്രിസ്തുവിന്റെ ജയകരമായ നാമത്തിൽ തന്നെ. ആമീൻ. ഹല്ലേലൂയ.